സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ കിക്ക് ഓഫ് ആയിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് 12 ടീമുകളാണ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇറങ്ങുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം ഞായറാഴ്ച പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, രണ്ട് ടീമിന്റെയും ആദ്യത്തെ മാച്ച് ആയതുകൊണ്ടും ഒരുപാട് റിസോഴ്സസ് നമുക്ക് ആകെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂർണമെന്റ് മുൻപ് നടന്നിട്ടുള്ളത് ഡ്യൂറൻ കപ്പാണ്. ആ മാച്ചിലും രണ്ട് ടീമിന്റെയും ഫുൾ സ്ക്വാഡും ഫുൾ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു സെറ്റ് ആയിട്ടുള്ള ടീമായിട്ടല്ല ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിനെ പറ്റി ഒരു ഡീപ്പായിട്ടുള്ള പ്രീ മാച്ച് അനാലിസിസ് നടത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിൽ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ സീസണിൽ ഒരു പുതിയ കോച്ചിന്റെ അണ്ടറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. മിഖായൽ സ്റ്റാർ എന്ന സ്വീഡിഷ് പരിശീലകന്റെ കീഴിൽ. ആൻഡ് ഫോർമേഷൻസിലാണെങ്കിലും പ്ലേയേഴ്സിന്റെ യൂസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. നമുക്കിപ്പോൾ നിലവിൽ ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിലാണെങ്കിലും അവിടുത്തെ മാച്ചുകൾ റെഫർ ചെയ്യുമ്പോൾ ഒരു 4-3-3 ആണ് നമ്മൾ യൂസ് ചെയ്ത് പോരുന്ന ഒരു ഫോർമേഷൻ. പക്ഷേ ഈ ചില പ്ലേയേഴ്സ്, അതിൽ പ്രത്യേകിച്ചും കൊയ്ഫ്, അതുപോലെ തന്നെ ഹെസൂസ് ഹിമിനസ്, ഇവർ വെച്ചിട്ടൊന്നും നമ്മൾ പ്രോപ്പർ മാച്ചസ് കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോർമേഷൻസിലാണെങ്കിലും പ്ലേയേഴ്സിന്റെ യൂസേജ് കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും കൊയ്ഫ് വന്നതിന് ശേഷം ബംഗളൂരു എഫ്സിക്കെതിരെ സെക്കൻഡ് ഹാഫിന്റെ ഒരു മെജോറിറ്റി ടൈമിലും 3-4-3 ഒരു സ്വിച്ചിങ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് സ്റ്റാർ എന്ന് പറയുന്ന കോച്ചിന്റെ ഒരു രീതി വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഫോർമേഷനിൽ മാത്രം നിൽക്കുന്ന ഒരു കോച്ചായിട്ട് തോന്നിയിരുന്നില്ല. അത് തന്നെയാണ് ഡ്യൂറൻ കപ്പിൽ നമ്മൾ കണ്ടത്. ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ വരുത്താൻ ശ്രമിക്കുന്നത്, അത് ഫോർമേഷനിലാണെങ്കിലും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്ന റോളുകളുടെ കാര്യത്തിലാണെങ്കിലും ആ ചേഞ്ചസ് കൊണ്ടുവരാൻ, അത് സീസണിന്റെ മധ്യഭാഗത്ത് വെച്ചാണെങ്കിലും തുടക്കത്തിൽ വെച്ചിട്ടാണെങ്കിലും അതിന് ശ്രമിക്കുന്ന ഒരു കോച്ചാണ്. സോ നമുക്ക് ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് സമയവും വേണമെങ്കിലും ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഫോർമേഷൻസിലാണെങ്കിലും ടാക്ടിക്സിലാണെങ്കിലും ചേഞ്ചസ് പ്രതീക്ഷിക്കാം. അത് ആക്ച്വലി നല്ല കാര്യം കൂടിയാണ്. നന്നിട്ട് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റിതത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ. ആൻഡ് നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന കേസാണ്, ബ്ലാസ്റ്റേഴ്സിന് പുതിയ 3 ഫോറിൻ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഡിഫൻസിൽ അലക്സാണ്ടർ കൊയ്ഫ്, അതുപോലെ തന്നെ അറ്റാക്കിൽ നോവ സദോവും, അതുപോലെ തന്നെ ഹേസൂസ് ഹിമിനസ്, ക്വാമെ പെപ്ര, മിലോസ് ഡ്രിൻസിച്ച്, ലൂണ, ഇവരെയാണ് നിലനിർത്തിയിട്ടുള്ള പ്ലേയേഴ്സ്. ആൻഡ് ഇന്ത്യൻ പ്ലേയേഴ്സിലാണെങ്കിലും കുറച്ച് പോക്ക് വരവുകൾ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആവശ്യമായിരുന്ന പൊസിഷനിൽ കുറച്ച് റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിലും കുറച്ച് കുറവുകൾ ഈ ഒരു സീസണിൽ വരുത്തിയിട്ടുണ്ട്. സോ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ കീ പ്ലേയേഴ്സ് ഒക്കെ വൈകി വന്നതുകൊണ്ടും സൈനിങ്സ് വൈകിയതുകൊണ്ടും ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ISL 1-2 മാച്ചുകൾ സ്റ്റാർ എടുക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ആദ്യത്തെ ഒരു 2-3 മാച്ചസ് ഒരു പ്രീ സീസൺ പോലെ തന്നെ കളിക്കേണ്ട ഒരു അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാച്ചിന്റെ റിസൾട്ട് അതിപ്പോൾ വിജയമായിരുന്നാൽ പോലും നമുക്ക് യാതൊരു വിധത്തിലും ഒരു കോൺഫിഡൻസ് തരാത്ത രീതിയിലായിരിക്കും അത് വരിക. ഫസ്റ്റ് മാച്ചിലേക്ക് വരുമ്പോൾ ഈ പഞ്ചാബ് എഫ്സിക്കെതിരെ പഞ്ചാബിന്റെ ഡ്യൂറൻ കപ്പ് മാച്ചസ് റെഫർ ചെയ്തപ്പോൾ അവിടെ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ 4-3-3 ഫോർമേഷനാണ് ഓൺ പേപ്പറിൽ അവരും യൂസ് ചെയ്ത് കണ്ടത്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് വേരിയേഷൻസ്, നമ്മൾ കരുതിയിരിക്കേണ്ട കുറച്ച് വേരിയേഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അത് ഡ്യൂറൻ കപ്പ് മാച്ചിൽ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ആ മാച്ചിൽ ഒരു ഡ്രോയിലാണ് നമ്മൾ ആ ഒരു മാച്ച് അവസാനിപ്പിച്ചതെങ്കിലും ഒരു മെജോറിറ്റി ടൈമിലും, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു കൺട്രോൾ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരുന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് ഒരു കംബാക്ക് ബ്ലാസ്റ്റേഴ്സ് നടത്തി ഗോളടിച്ച് സമനിലയെങ്കിലും നേടിയെടുക്കുന്നത്. ആ മാച്ചിൽ, അല്ലെങ്കിൽ ഇവരുടെ ടാക്ടിക്സിൽ മെയിനായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴുള്ള അവരുടെ ഡിഫെൻസീവ് ഷേപ്പാണ്. അതായത് ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴുള്ള അവരുടെ ഡിഫെൻസീവ് ഷേപ്പ് അതൊരു തരത്തിലൊരു 4-3-2-1 ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു മാച്ചിൽ ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള ഫിലിപ്പും, അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷ്, ഈ 2 പേരാണ് ഒരു വിങ്ങർ റോളിൽ അല്ലെങ്കിൽ പൊസിഷനിൽ പേപ്പറിൽ കണ്ടത്. പക്ഷേ ഇവർ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് 2 സെൻട്രൽ മിഡ് പ്ലേയേഴ്സ് വിനീത് റായും ആശിഷ് പ്രധാനും ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരു 4-3-2-1 ഷേപ്പ് അവർ യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ബിൽഡപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരു 3 ലെയർ പഞ്ചാബ് എഫ്സി രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ ഹാഫ് സ്പേസസും സെൻട്രൽ സ്പേസസും വിങ്ങും കവർ ചെയ്യുന്ന 3 ലെയേഴ്സാണ് ഡിഫൻസീവ് ഫേസിൽ പഞ്ചാബിനുള്ളത്. ആൻഡ് ഈ ഡിഫൻസീവ് ഷേപ്പിനെ മറികടന്ന് ബിൽഡപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ 4-3-3 ഫോർമേഷൻ ഈ ഷേപ്പിനെ അഗെയിൻസ്റ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിസ്ട്രോയർ, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്, നമ്മുടെ ഡിഫൻസിന് ഫ്രണ്ടിലാണ് നിൽക്കുന്ന ആ ഒരു പ്ലെയർ, ഫ്രെഡി ആയിരിക്കാം അതൊരു, പക്ഷേ മിക്കവാറും ആ ഒരു പ്ലെയറിന്റെ ഇടത്തും വലത്തുമായിട്ട് 2 പ്ലേയേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും ആ ഒരു പൊസിഷൻ വെച്ചിട്ട് 4-3-2-1 രീതിയിലാണെങ്കിൽ. ആൻഡ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന 2 പേര് ഒരു പക്ഷേ ലൂണെ വിപിനായിരിക്കാം, ദാനിഷ് ഫാറൂഖ് വിപിനായിരിക്കാം. അങ്ങനെ ആ 2 സെൻട്രൽ മിഡിനെ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സെൻട്രൽ മിഡ് പ്ലസ് ആ ഒരു AMFനെ മാർക്ക് ചെയ്യാൻ ഓപ്പണന്റ് ടീമിന്റെ 3 പ്ലേയേഴ്സ് സെൻട്രലിൽ ഉണ്ടാവും. അവരുടെ ആ ഒരു ഡിസ്ട്രോയർ ഉണ്ടാവും. വിങ്ങിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സ് ഇറങ്ങി നിന്നിട്ട് 3 പേര് ജോയിൻ ചെയ്ത് 3 പേരുണ്ടാവും. സോ ഈ 3 ലെയർ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് ദ സെയിം ടൈം ആ ഒരു സെൻട്രൽ സ്പേസസും കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിങ്, ആ ഒരു വൈഡിൽ 2 പ്ലേയേഴ്സ് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ആ വിങ്ങിൽ വരുന്ന സ്പേസും വിങ്ങിലൂടെയുള്ള ബിൽഡപ്പിനെയും അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ്. സോ ഇവിടെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിഡിൽ വരുന്ന കൺട്രോളാണ്. ഓൾറെഡി ഒരു വീക്ക് സൈഡ് ആയിട്ടുള്ള കളിക്ക് മുൻപേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിഡ് കുറച്ച് വീക്കാണെന്നുള്ളത്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ ലൂണയെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഇന്ത്യൻ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ട് ആ ഒരു മിഡ് 3 രൂപപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു സൈഡിൽ ആ ഒരു മിഡ് ഏരിയയിൽ വെച്ചിട്ട് പന്ത്
നഷ്ടപ്പെടുന്നതോ ആ ഹോൾഡിങ് കൃത്യമായിട്ട് നടക്കാത്തതോ ഫ്രണ്ടിലേക്ക് പന്ത് എത്താതെ ഇരുന്നാൽ ആ കളിയിൽ നമുക്കൊരു കൺട്രോൾ കിട്ടാതെ പോകാനുള്ള വലിയ ചാൻസസ് ഉണ്ട്. ഇതാണ് ഏകദേശം ബംഗളൂരു എഫ് സിക്കെതിരെ നമുക്ക് സംഭവിച്ചൊരു പ്രശ്നം. സോ ഇവിടെ ലൂണ മിഡിലേക്ക് വരണം, ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ സ്ട്രൈക്കർ ഇറങ്ങി വരണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഡിഫൻസീവ് മിഡ് കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ മിഡ് കളിക്കുന്ന പ്ലെയർ ആണെങ്കിലും അവർ കുറച്ചുകൂടി നന്നായിട്ട് പന്ത് കൈവശം വെക്കാനും ഹോൾഡ് ചെയ്യാനും പരമാവധി മിസ് പാസുകൾ കുറച്ച് കൃത്യമായ രീതിയിൽ പന്ത് അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തണം. എങ്കിൽ മാത്രമാണ് ഈ 3 ലെയർ ഓഫ് ഡിഫൻസീവ് ഫേസിനെ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുക. സോ അവിടെ മോഹൻ ബഗാൻ യൂസ് ചെയ്തത് നല്ല പാസിംഗ് ആക്യുറസി, മിസ് പാസുകൾ ഇല്ലാതെ കളിക്കുക, പന്ത് മിഡിൽ വെച്ച് നഷ്ടപ്പെടുത്താതിരിക്കുക, ഹോൾഡ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പ്ലസ് ഒരു സംഭവം കൂടി അവർ ചെയ്യുന്നുണ്ടായിരുന്നു, സ്വിച്ചിങ്. അതായത് ഇപ്പോൾ റൈറ്റിൽ വെച്ചിട്ട് പന്ത് കളി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റിലേക്കുള്ള സ്വിച്ചിങ്. ഈ മിഡിൽ ആ മൂന്നാമത്തെ ലെയറിൽ വരുന്ന 3 പേര് ഇവർ കുറച്ചുകൂടി അടുത്തടുത്തായിട്ടായിരിക്കും പൊസിഷൻ ചെയ്യുക. വിങ്ങിൽ ഈ പറഞ്ഞ പോലെ സ്പേസ് ഉണ്ടെങ്കിലും ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ കളി നടക്കുന്ന സമയത്ത് ഈ 3 പേര് സ്വിച്ച് ചെയ്ത് ആ ഒരു ടീമിൻ്റെ ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഹോൾ ഉണ്ട്. അത് ലോങ് ബോൾ വെച്ചിട്ട്, ലോങ് ഹൈ ബോൾ വെച്ചിട്ട് മോഹൻ ബഗാൻ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ബ്ലാസ്റ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോസിബിലിറ്റി ആയിട്ട് തോന്നി. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷേപ്പ് ഞാൻ പറഞ്ഞല്ലോ 4-3-2-1, ആ ഷേപ്പ് അവർ പന്ത് റിക്കവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ അറ്റാക്കിന് പോകുമ്പോഴോ അവിടെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഇറങ്ങി നിന്ന വിങ്ങേഴ്സ് പന്ത് റിക്കവർ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് അവരുടെ നാച്ചുറലി ഉള്ള പോസ്റ്റിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈ പറഞ്ഞൊരു സംഭവം അവർ ചെയ്യുന്നത് വിങ് കവർ ചെയ്യുക, അതേസമയം ഈ പറഞ്ഞ പോലെ ഒഫൻസിലേക്ക് പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഓപ്പൺ ഹാഫിലേക്ക് എത്തുക. ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് പഞ്ചാബ് എഫ് സിയുടെ പ്ലേയേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു മാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ എപ്പോഴൊക്കെ പന്ത് റിക്കവർ ചെയ്യുന്നുണ്ടോ, എപ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, ആ ഫ്രണ്ടിലെ 2 പ്ലേയേഴ്സ് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന 3 പേരിൽ 2 പേര് ആ വിങ്ങേഴ്സ് പുഷ് ചെയ്യും, ഫ്രണ്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടോ ആയിരിക്കും. അങ്ങനെ ആ വൈഡ് സ്പേസസ് മുതലാക്കുന്നുണ്ട്. ഇത് ഡിഫൻസീവ്ലി ബ്ലാസ്റ്റേഴ്സ് കരുതിയിരിക്കേണ്ട ഒരു ത്രെട്ടാണ്. നമ്മുടെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ആണെങ്കിൽ ഇവരുടെ പെട്ടെന്നുള്ള ട്രാൻസിഷൻ നമുക്ക് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് വരുന്ന ഒരു വലിയ പോസിബിലിറ്റി ഉണ്ട്, അത് കൗണ്ടർ അറ്റാക്കിന്റെ രൂപത്തിലാണ്. മോഹൻ ബഗാൻ ആ ഒരു മാച്ചിൽ നേടിയ ഗോളുണ്ട്. ആ ഗോളിൽ നേരത്തെ പറഞ്ഞ മിഡിൽ വന്നിട്ടുള്ള കൺട്രോൾ, സ്വിച്ചിങ്, ഈ 2 കാര്യവും കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് വഴി വെച്ചിട്ടുള്ള മെയിൻ അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കാണ്. കാരണം ഈ പറഞ്ഞ രീതിയിൽ പഞ്ചാബ് എഫ് സി അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ലോൺലി സ്ട്രൈക്കർ ലൂക്കാ മേസൺ ആയിരിക്കാം, പിന്നെ ഈ പറഞ്ഞ 2 പേര് ആ സ്ട്രൈക്കറിന്റെ ബാക്കിൽ നിൽക്കുന്ന 2 പേര് അവരും ഓൾറെഡി ഓപ്പൺ ഹാഫിലായിരിക്കും. പിന്നെ പന്ത് റിക്കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പന്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ 2 ഫുൾ ബാക്കും പുഷ് ചെയ്യും. സോ ടോട്ടൽ 5 പ്ലേയേഴ്സ് അറ്റാക്കിലേക്ക് വരും. പിന്നെ അവർക്ക് ബാലൻസ് ഉള്ളത് ഈ ഫോർമൻ ഡിഫൻസും പ്ലസ് ആ ഒരു ഡിഫൻസീവ് മിഡ് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. ഇതിൽ ഫുൾ ബാക്ക് അഡ്വാൻസ്ഡ് ആണെങ്കിൽ, ഫുൾ ബാക്ക് ഓവർലാപ്ഡ് ആണെങ്കിൽ ആ 2 പ്ലെയറുടെ ശല്യം നമുക്ക് ഒഴിഞ്ഞു കിട്ടും. സോ ഈ സമയത്ത് കൗണ്ടർ അറ്റാക്കിനുള്ള പോസിബിലിറ്റി, വിങ്ങിലൂടെയുള്ള കൗണ്ടർ അറ്റാക്കിനുള്ള പോസിബിലിറ്റി അത് വലിയ രീതിയിലുണ്ട്. സോ എപ്പോഴാണ് നമ്മൾ പന്ത് അവരിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്, ആ സമയത്ത് നമ്മുടെ വിങ്ങേഴ്സിനെ നോവയുടെ പേസും ലൂണയുടെ ക്രിയേറ്റീവ് എലമെന്റും അതുപോലെ തന്നെ ഹെസൂസോ പെപ്രയോ ഫിനിഷിംഗ് ഡ്യൂട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കിലൂടെ വൈഡിലെ സ്പേസ് യൂസ് ചെയ്ത് ആ 2 വിങ്ങേഴ്സിനെ ഒഴിവാക്കാം. പിന്നെ സെൻട്രൽ മിഡ് ഓൾറെഡി ഓപ്പൺ ഹാഫിലായിരിക്കും, പിന്നെ ലോൺലി സ്ട്രൈക്കർ ആ പരിസരത്തൊന്നും ഉണ്ടാവില്ല. സോ ആ രീതിയിൽ നമുക്ക് ഇപ്പുറത്തെ ഹാഫിലേക്ക് പെട്ടെന്നെത്തി ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യേണ്ട, യൂട്ടിലൈസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കാണ്. ആൻഡ് കരുതിയിരിക്കേണ്ട കാര്യം മിഡിലെ കൺട്രോളും അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം സ്വിച്ചിങ്ങുമാണ്. സോ ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെന്നിരിക്കാം. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-2 മാച്ചുകൾ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഓരോ ടീമിൻ്റെയും അറ്റാക്കിംഗ് പാറ്റേണും ടാക്ടിക്സും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഉള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, ടോട്ടലി അങ്ങനെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു ചാടി ഈ പറഞ്ഞ ഒരു ഡീപ്പ് അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ബേസ്ഡ് ഓൺ അവരുടെ ഡ്യൂറൻ കപ്പ് മാച്ചസിന്റെ കാര്യത്തിലാണ്. നമ്മുടെ ഓൺ പ്ലാനുകൾ മിഡിലൂടെയും വിങ്ങിലൂടെയുള്ള ആ ഒരു ഫുൾ ബാക്സിനെ യൂസ് ചെയ്തുകൊണ്ടും വിങ്ങേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടും അറ്റാക്കിൽ ആ ഒരു സ്ട്രൈക്കറിനെ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ ഒക്കെ ഇവിടെയും വരണം. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോയിന്റ്സ് ഒരുപക്ഷെ ഗ്രൗണ്ടിൽ നമ്മൾ കാണാൻ ചാൻസസ് ഉണ്ട്. സോ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഫസ്റ്റ് മാച്ചാണ്. മാച്ചിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുക. എന്തായാലും ഈ ഒരു മാച്ചിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ടാക്ടിക്കലി ആണെങ്കിലും പ്ലേയേഴ്സിന്റെ ആ ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.